ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ഗണേശ ചതുർത്ഥി. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ഇത് ഗണേശ ചതുർത്ഥീൻ്റെ അന്നായിരുന്നു. പൂജയൊക്കെ ചെയ്ത് ഞങ്ങൾക്കൊരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകണ്ടായിരുന്നു. ആളുടെ ഒരു ഹസ്ബൻഡിൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അവരുടെ വീട്ടിൽ ഗണേശ ചതുർത്ഥി അവർ പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോകുന്നതിന് മുന്നേ രാവിലെ തന്നെ വീട്ടിൽ ജസ്റ്റ് ഒരു പൂജ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓൾറെഡി വൈകിട്ടുണ്ടായിരുന്നു. അപ്പം ഇറങ്ങാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ പൂജ ചെയ്ത് അത് കഴിഞ്ഞ് ഞാനും പ്രെയർ ചെയ്ത് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവരുടെ വീട്ടിൽ പോകുന്നതിന് മുന്നേ ഞങ്ങൾക്കാണെങ്കിൽ ഹോസ്പിറ്റലിലും പോകണമായിരുന്നു. ഹസ്ബൻഡിനാണെങ്കിൽ ഒരു ബ്ലഡ് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ പ്രെയറും പൂജയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഒരു 11 o'clock അങ്ങനെ എന്തോ ടൈം ആയിരുന്നു. അപ്പം ഓൾറെഡി ഫാസ്റ്റിംഗ് ആയിരുന്നു. 11 hours ഫാസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത്. ഇപ്പം ഓൾറെഡി ഒരു 12-13 hours ഫാസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ചിലപ്പോഴെങ്കിലും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഓവർ ഫാസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ എന്തായാലും അവിടുന്ന് ബ്ലഡ് ചെക്കപ്പ് അവർ ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് അൽനാദ ആസ്റ്റർ ഹോസ്പിറ്റലാണ്. അത് ഞങ്ങളുടെ സ്നൂപ്പിയാണ്. ഞങ്ങൾ കാറിലൊരു സ്നൂപ്പി വെച്ചിട്ടുണ്ട്, കുഞ്ഞിയൊരു ഡോള്. അപ്പം അതിങ്ങനെ ക്ലിയർ ആക്കുകയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നോർമൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയിരുന്നു. അൽനാദയിൽ ആസ്റ്റർ ക്ലിനിക്കിലായിരുന്നു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പം പോകുന്ന വഴിക്ക് ഇത് ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അവിടെ ഫുള്ള് കാർ ഷോപ്പ്, അതിൻ്റെ അക്സസറീസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അൽനാദയിലെത്തി ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ റോഡ് ക്രോസ് ചെയ്ത് നേരെ ആസ്റ്റർ ക്ലിനിക്കിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഓൾറെഡി നേരം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബ്ലഡ് ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. പക്ഷേ അവർ ചോദിച്ചായിരുന്നു ഫാസ്റ്റിംഗ് എത്ര നേരം ഫാസ്റ്റിംഗ് എടുത്തു എന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു 12 hours ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി അത്രയും നേരം ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഞങ്ങൾ പോയത് നെസ്റ്റോയിലേക്കായിരുന്നു. നെസ്റ്റോയിൽ നിന്ന് ഞങ്ങൾ ഇന്ന് സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അവിടെ ജെവിസിയോ JLTO സംതിങ്, ഞാൻ മറന്നുപോയി എവിടെയാണ്. അപ്പം എനിക്കൊന്ന് ജെവിസിലാണെന്ന് തോന്നുന്നു. ജെവിസിലേക്ക് പോകുമ്പോൾ ഫാമിലി ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുന്നതിന് മുന്നേ നമ്മൾ സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നെസ്റ്റോയിലോട്ട് പോയത്. അപ്പോൾ ഞാൻ ആളോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വേണ്ടത് സ്വീറ്റ്സ് കാര്യങ്ങൾ. ഇതാണ് അൽനാദ ഷാർജയിലുള്ള നെസ്റ്റോ. ഇത് പുതിയതായിട്ട് തുടങ്ങിയുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 1 year 2 year അത്ര എന്തോ ആയിട്ടുള്ളൂ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നെസ്റ്റോയിൽ കാറ് പാർക്ക് ചെയ്യാൻ പോയി. അപ്പോഴത്തേനും ഞാൻ ചെന്ന് വാങ്ങാമെന്ന്. അപ്പോൾ ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുലാബ് ജാം വാങ്ങിയാൽ മതിയെന്ന്. ഞാനാണെങ്കിൽ അവിടെ ചെന്ന് അവിടെ ഒരു കുഞ്ഞ് ഗുലാബ് ജാം ഉണ്ട്, പിന്നെ വലുതുണ്ട്. അതിൻ്റെ ഒരു മീഡിയം ലെവലുള്ള ഗുലാബ് ജാമും ഉണ്ട്. അപ്പം അന്നേരത്തേനും വന്നു. ആളിനോട് ഞാൻ ഗുലാബ് ജാമുൻ ഈ ചെറിയ കുഞ്ഞ് എടുക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. അപ്പോൾ ആൾ പറഞ്ഞു അത് വേണ്ട, വലിയതെടുത്തു. അപ്പോൾ ഞങ്ങളൊരു 25 ഗുലാബ് ജാമുൻ എന്തോ എടുത്തു ഞങ്ങളന്ന്. അതിൻ്റെ ഇടയ്ക്ക് ആളാണെങ്കിൽ ടേസ്റ്റ് നോക്കി. ഭയങ്കര സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പിന്നെ അവിടുത്തെ കുറച്ച് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കി അവിടെ ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫുഡുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ സ്വീറ്റ്സ്, അതായത് കേക്ക് കാര്യങ്ങൾ, അങ്ങനെ ബേക്കിങ്ങിൻ്റെ കുറേ ഉണ്ട്. ചിക്കൻ ഗ്രില്ല് ചെയ്തത് ഇതൊക്കെ അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഉണ്ണിയപ്പം കണ്ടോ, അവിടെ അങ്ങനെ ഉണ്ണിയപ്പം പിന്നെ പപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളാണെങ്കിലും ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് പിന്നെ ഞാനും ഫുഡൊന്നും ഉണ്ടാക്കാൻ പോയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു വെജീസ് ഒരു റോളെടുത്തു കാണുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് പേയ്മെൻറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
എൻട്രൻസിൽ എത്തി. ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ അവർ. ഇതിനു മുന്നേ അവർ ഷാർജയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഷാർജ അൽനാദയിൽ. ഞങ്ങളും ഷാർജയിലാണ് താമസിക്കുന്നത്. ഷാർജ കാശ്മീരിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഇവിടെ നല്ല രസമാണ്. ഇവരുടെ വീട് അങ്ങോട്ട് കാണാനൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ ഈ കാർ പാർക്ക് ചെയ്തതിൻ്റെ അവിടെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് അവരുടെ വീട്. അപ്പം ഇതാണ് ഫാമിലി ഫ്രണ്ട്സ്. ഓൾറെഡി എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞ് ഓരോരുത്തർ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര ലേറ്റായിട്ടാണ് ചെന്നത് അവിടേക്ക്. അപ്പോൾ ഫുഡ് ഫുള്ള് വെജിറ്റേറിയൻ ആയിരുന്നു. പിന്നെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ, ഒരുപാട് വെറൈറ്റി റൈസിൻ്റെ തന്നെ പലതരം വെറൈറ്റി കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ മലയാളി ഫുഡല്ല, അവരുടെ നാട്ടിലെ ഒരു രീതിയിലുള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി എല്ലാവരും പോയിട്ടുണ്ടായി. ഞങ്ങൾ ഭയങ്കര വൈകിട്ട് എത്തിയത്. എനിക്ക് തോന്നുന്നൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും അവർ പ്രോഗ്രാം, പൂജ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ വീടിൻ്റെ ബാൽക്കണിയാണ്. പൂജ കാര്യങ്ങളൊക്കെ ഇവിടെയായിരുന്നു നടന്നത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും വളരെ വളരെ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പ്രെയർ ചെയ്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു ലാസ്റ്റ് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാനുമായി. കാരണം ഒരു 4:30 കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം വൈകൊക്കെ പറഞ്ഞ് നമുക്കൊന്നൊരു 4:30 5 o'clock ഒക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ചിറങ്ങി. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പൂളിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. നല്ല രസമാണ് ആ വീടിൻ്റെ പരിസരമൊക്കെ കാണാൻ. ഇതാണ് അവരുടെ വീടിൻ്റെ, നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതാണ് ഫാമിലി 2 പേര്. ഇവരുടെ ഫാമിലിയിലായിരുന്നു ഞങ്ങൾ പോയത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ആനിവേഴ്സറി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയത്. അപ്പോൾ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങി. ഇവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇവർക്കൊരു സർപ്രൈസ് ആയിരുന്നു. ഞങ്ങൾക്ക് വേറൊരു ഇതിന് വേണ്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഓൾറെഡി ആനിവേഴ്സറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പം പെട്ടെന്ന് തന്നെ ഒരു സർപ്രൈസ്, അവർ ഭയങ്കര സർപ്രൈസായി. കാരണം ഞങ്ങൾ വേറൊരു കളത്തിലൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യില്ലേ? അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട് പാട്ടൊക്കെ ഇടാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്ത് പാട്ടിടുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ പാട്ടൊന്നും ഇട്ടില്ല. ഞങ്ങൾ നോർമലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിച്ചു. ബാലൻസ് കേക്ക് ഉണ്ടായിരുന്നു. കാരണം അത്രയും കേക്ക് ഞങ്ങൾ എന്തായാലും കഴിക്കത്തില്ല ആരും. അപ്പം പകുതി കുറച്ച് ഞങ്ങൾ തന്നെ മുറിച്ചു കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞങ്ങൾ അവിടെ തന്നെ കേക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, അതൊക്കെ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.